ഹായ് എവ്രി വൺ FI UGP MDC മാത്സിൻ്റെ പാർട്ട് 4ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ യൂണിറ്റ് പ്ലേസ് എങ്ങനെയാണ് കാണാമെന്ന് നോക്കാം. 1ൻ്റെത് 1 തന്നെയാണ് വരിക. ഇനി 2ൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 2⁻1 എന്ന് പറയുന്നത് 2, 2⁻2 4, 2⁻3 8, 2⁻4 16 ആണ് വരിക അല്ലേ. 2, 4, 8, 6 അങ്ങനെ 4 നമ്പേഴ്സ് മാത്രമേ യൂണിറ്റ് പ്ലേസിൽ വരുള്ളൂ. ഇനിയിപ്പോൾ 2 എത്ര പവർ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ യൂണിറ്റ് പ്ലേസിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയായിരിക്കും? 2, 4, 8, 6 എന്നിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് 3, 4, 5, 6, 7, 8, 9 എന്നിങ്ങനെ പറയുന്ന എല്ലാ നമ്പേഴ്സിൻ്റെ കാര്യത്തിലും ഇതുപോലെയാണ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. 3ൻ്റെ കേസിലാണെങ്കിൽ എങ്ങനെയാണ് വരിക? 3 എന്ത് തന്നെ കൊടുത്താലും അതിൻ്റെ എല്ലാം യൂണിറ്റ് പ്ലേസിൽ 3, 9, 7, 1 എന്നിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഇനി പറയാൻ പോകുന്നത് റിമൈൻഡറിനെ കുറിച്ചിട്ടാണ്. 3ൻ്റെ കേസിലാണെങ്കിൽ അവിടെ വരുന്ന പോസിബിലിറ്റീസ് നമ്മൾ പറഞ്ഞു. 4 പോസിബിലിറ്റീസ് ആണുള്ളത്. 3, 9, 7, 1 അല്ലേ. ആ നമ്പേഴ്സിൻ്റെ എല്ലാം മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സാണ് റിമൈൻഡർ എന്ന് പറയുന്നത്. അതായത് 3⁻1 ആണ് 3, 3⁻2 ആണ് 9, 3⁻3 എന്ന് പറയുന്നത് 27 ആണ്. അതിൻ്റെ 7 ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ലാസ്റ്റ് വരുന്നത് എല്ലാത്തിൻ്റെയും 0 ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ കേസിലും ലാസ്റ്റ് വരുന്ന പോസിബിലിറ്റീൻ്റെ മുകളിൽ വരുന്നത് 0 ആണ്. അതായത് അതെങ്ങനെ ചെക്ക് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാകും. റിമൈൻഡർ 0 വന്നു കഴിഞ്ഞാൽ അവിടുത്തെ യൂണിറ്റ് പ്ലേസിൽ വരുന്ന ആളെന്ന് പറയുന്നത് 1 ആയിരിക്കും. ഞാനിപ്പോൾ 3ൻ്റെ കേസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലാ നമ്പേഴ്സിൻ്റെയും റിമൈൻഡർ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ പോസിബിലിറ്റീസ് അതിൻ്റെ താഴെയായിട്ടും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആകും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 435 എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. ആദ്യം തന്നെ യൂണിറ്റ് പ്ലേസിലുള്ള ആളെ നോക്കുക. യൂണിറ്റ് പ്ലേസിൽ ഇരിക്കുന്ന ആൾ 5 ആണ്. 5ൻ്റെ പോസിബിലിറ്റീസ് നമുക്കറിയാം 1 ആണ്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. 5 ആണെങ്കിലും 6 ആണെങ്കിലും 1 ആണെങ്കിലും യൂണിറ്റ് പ്ലേസിൽ വന്നു കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും അവിടുത്തെ യൂണിറ്റ് പ്ലേസിലെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി വേറെ ഏതെങ്കിലും നമ്പേഴ്സാണ് യൂണിറ്റ് പ്ലേസിൽ വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന പവറിനെ പോസിബിലിറ്റി ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു റിമൈൻഡർ കിട്ടുവേ. ആ റിമൈൻഡറിൻ്റെ താഴെ ഇരിക്കുന്ന വാല്യൂ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടുല്ലേ. റിമൈൻഡർ മുകളിൽ കൊടുത്തിട്ടുണ്ട്, പോസിബിലിറ്റീസ് താഴെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണിച്ചു തന്നു. എക്സാമ്പിൾ പറയുമ്പോൾ കൂടുതൽ മനസ്സിലാവുമെന്നും പറഞ്ഞു. ആ ഒരു പേജ് ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. അടുത്ത ക്വസ്റ്റ്യൻ 4, 5, 6, 7 231 ആണ്. അതിൻ്റെ യൂണിറ്റ് പ്ലേസിലിരിക്കുന്ന ആൾ 7 ആണ്. 7ൻ്റെ പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് നമുക്കറിയാം 4 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ പവർ 231നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിമൈൻഡർ 3 കിട്ടും. 7ൻ്റെ കേസിൽ നമുക്കറിയാം റിമൈൻഡറും 3 ആണ്. അതിൻ്റെ താഴെ ഇരിക്കുന്ന ആളും എന്ത് തന്നെയാണ്? 3 തന്നെയാണ്. അതുകൊണ്ടാണ് യൂണിറ്റ് പ്ലേസ് 3 ആയിട്ട് നമുക്ക് കിട്ടിയത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്കൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. 3624 237 ആണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അതിൻ്റെ യൂണിറ്റ് പ്ലേസിലിരിക്കുന്ന ആൾ 4 ആണ്. 4ൻ്റെ പോസിബിലിറ്റീസ് നമുക്കറിയാം 2 ആണ്. നമ്മൾ എന്ത് ചെയ്തു? തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ പവർ 237നെ 2 വെച്ച് ഡിവൈഡ് ചെയ്തു. കിട്ടിയ റിമൈൻഡർ 1 ആണ്. 4ൻ്റെ കേസിൽ റിമൈൻഡർ 1 നമ്മൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ 1ൻ്റെ താഴെ ഇരിക്കുന്ന ആളാരാണ്? 4 ആണ്. അതുകൊണ്ടാണ് യൂണിറ്റ് പ്ലേസസ് 4 എന്ന് ആൻസർ കിട്ടിയത്. നമ്മൾ തുടക്കത്തിൽ കണ്ട ആ ഒരു സ്ലൈഡ് എന്ത് ചെയ്യണം? ശരിക്കും ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ ഈ പറയുന്ന എല്ലാം മനസ്സിലാവുള്ളൂ. ഒന്നെങ്കിലും ഒരു പേപ്പറിൽ എഴുതിയെങ്കിലും വെക്കുക. ഓക്കെ. അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് 571 × 63 × 55 × 122 എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ. അതിൻ്റെ യൂണിറ്റ് പ്ലേസ് കാണാൻ പറഞ്ഞാൽ എങ്ങനെയാണ് കാണുക? സിമ്പിളാണ്. തന്നിരിക്കുന്ന 4 നമ്പേഴ്സിൻ്റെയും യൂണിറ്റ് പ്ലേസിലിരിക്കുന്ന ആൾക്കാരെ തമ്മിൽ ഇൻറ്റു ചെയ്യുക. 1 × 2 × 3 × 5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 30 എന്ന് കിട്ടി അല്ലേ. ഈ കിട്ടിയ ആൻസർ 30ൻ്റെ യൂണിറ്റ് പ്ലേസിലിരിക്കുന്ന ആളാരാണ്? 0 ആണ്. അപ്പോൾ അവിടുത്തെ യൂണിറ്റ് പ്ലേസിലിരിക്കുന്ന ആളാരാണ്? 0 ആണ്. അപ്പോൾ അതത്രയേ ഉള്ളൂ. ഇനി വരുന്നത് കുറച്ച് ഇക്വേഷൻസ് ആണ്. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് കാണാൻ n × n+1 ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. ഇനി സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ n² ചെയ്യുക. സം ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ് ആണെങ്കിലോ n × n+1 ചെയ്യുക.
ഇനി സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ n ഇൻറ്റു n പ്ലസ് വൺ ഇൻറ്റു 2n+1 ഹോൾ ഡിവൈഡഡ് ബൈ 6 ചെയ്യാം. ഇനി സം ഓഫ് ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിലോ n ഇൻറ്റു n പ്ലസ് വൺ ഡിവൈഡഡ് ബൈ 2ൻ്റെ ദ ഹോൾ സ്ക്വയർ കാണാം. ഈ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 84 ഈവൻ നമ്പേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താണ്? ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ n ഇൻറ്റു n പ്ലസ് വൺ ആണല്ലേ. ഇവിടുത്തെ n ആരാണ്? 84 ആണല്ലേ. അപ്പോൾ 84 ഇൻറ്റു 84 പ്ലസ് 1 84 ഇൻറ്റു 85 7140 എന്നാണ് ആൻസർ വരിക. അപ്പോൾ ഈ ഒരു സെഷൻ ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ദ വീഡിയോ. താങ്ക് യു.